ഗൗതമാണെങ്കിൽ ദേഷ്യത്തില് ഉടനെ തന്നെ മൊത്തം പണവും തിരിച്ചു തരാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇനി എങ്ങനെ കടം തീർത്ത് മത്സരത്തിൽ പങ്കെടുക്കുവോ എന്തോ, നമുക്ക് കാണാം. ഇതൊക്കെ നിങ്ങളുടെ പണി തന്നെ ആയിരിക്കും. പാവം, അവരെങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നു. ആവശ്യമില്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അവരെ ഇനിയും കഷ്ടപ്പെടുത്തണമെന്നാണോ വിചാരിക്കുന്നത്? മത്സരാർത്ഥിയായ ആട് പോയി മലയിലിടിച്ചാൽ പൊട്ടിപ്പോകുന്നത് ആടിന്റെ തലയാ. മലയ്ക്കൊന്നും സംഭവിക്കില്ല. ഈ ഒരു ചെറിയ ലോജിക്ക് മനസ്സിലാക്കാതെ എന്നോട് മത്സരിക്കുന്നു ഇവളുടെ ചേട്ടൻ. ഒന്ന് മത്സരിച്ച് നോക്കാൻ പറ. സ്വന്തം കടം പോലും തീർക്കാൻ പറ്റാത്തവൻ ഈ നാടിനെ എങ്ങനെ സംരക്ഷിക്കുമെന്നാ? പക്ഷെ എന്റെ ഏട്ടൻ ആരെയും പറ്റിച്ച് 1 രൂപ പോലും വാങ്ങാറില്ല. ഏട്ടൻ സത്യസന്ധമായ മത്സരിക്കുന്നെ. കടം കൊടുത്തവര് നീ സത്യസന്ധനാണോ ധർമ്മം അനുസരിച്ചാണോ ജീവിക്കുന്നതെന്നൊന്നും ചോദിക്കാൻ നിൽക്കില്ല. മുതലും പലിശയും ചേർത്ത് വാങ്ങിച്ച കടം കൊടുക്കാനേ പറയൂ. അല്ലെങ്കിലും ഇവളുടെ ചേട്ടൻ ഒരു നിർഭാഗ്യവാനാ ദേവാ. പലിശയും ഒരുപാടുണ്ടല്ലോ. മുതലടച്ച് തീർക്കാൻ തന്നെ ഇത്രയും പാടുപെടുന്നുണ്ട്. ഇതില് പലിശയുടെ കാര്യം സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ അച്ഛാ? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തികൾ ചെയ്യൂ? ഞങ്ങളൊന്നും ചെയ്തില്ല ഗീതേ. ശശികുമാറിന്റെ അമ്മയ്ക്ക് പണം കിട്ടാനുള്ളതെന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എന്നാൽ ഗൗതമിനെ മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും തടഞ്ഞില്ലല്ലോ. നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. പണം അടച്ചിട്ട് പ്രചരണം തുടങ്ങിക്കോട്ടെ. അതിനുള്ള പൈസ പോലും അവന്റെ ഇല്ലല്ലോ എന്നോർത്ത് അമ്മ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്. ശ്രീദേവി കപ്പും കൊണ്ടുവന്നിരിക്കുകയല്ലേ ദേവാ. അത് വെച്ചുകൊണ്ട് ഈ കടമൊക്കെ വീട്ടുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വിശ്വസിച്ചാൽ കിട്ടുന്ന കാശ് കൊണ്ട് 1 കിലോ അരി പോലും വാങ്ങിക്കാൻ പറ്റില്ല. എന്റെ ഏട്ടത്തിയും നിങ്ങളെ പോലെ സമ്പാദിക്കണമെന്ന് വിചാരിച്ച നിങ്ങളെ കൊണ്ടത് താങ്ങാൻ കഴിയില്ല. പക്ഷെ അവര് സത്യസന്ധമായ മത്സരിക്കുന്നെ. ധർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്. കഷ്ടം വന്നാലും നഷ്ടം വന്നാലും നല്ലത് മാത്രമേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ അവരെ ആരൊക്കെ തന്നെ പരാജയപ്പെടുത്താൻ നോക്കിയാലും ദൈവം അവർക്ക് തുണയായി തന്നെ കൂടെ ഉണ്ടാവും. ആർക്കും അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കണ്ടില്ലേ ദേവാ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് കരുതി ദൈവത്തിനു മേൽ ഭാരം ചുമത്തുകയാ. ഇവരുടെ ഈ സെന്റിമെന്റ്സ് ഒക്കെ ആ ശശികുമാറിന്റെ കുടുംബത്തിനില്ലല്ലോ. കടം എങ്ങനെ അടയ്ക്കുമെന്ന് പറഞ്ഞ് ഗൗതം ആലോചിച്ച് അടക്കും. എന്നാൽ നമ്മളാണെങ്കിൽ ഇലക്ഷൻ ക്യാമ്പയിനിലായിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യാൻ അമ്മായി? എന്റെ ഏട്ടൻ തോൽക്കാൻ വേണ്ടി ഓരോ നിമിഷവും ഇവരെന്തൊക്കെയോ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഇനിയൊരു പക്ഷെ അമ്മാവൻ പ്രമാണിയായി കഴിഞ്ഞാ എന്റെ ഏട്ടന് ഒരു സമാധാനം കൊടുക്കില്ല. ഗൗതം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്താതിരിക്കില്ല. എത്രയൊക്കെ കടങ്ങൾ ഉണ്ടായാലും ആരെങ്ങനെ മോശമായി സംസാരിച്ചാലും ഗൗതം വിചാരിച്ചത് നടത്തിയിരിക്കും. ഞാൻ വന്ന അഡ്രസ് കറക്റ്റ് ആയിരിക്കോ? ചാൻസ് തരാന്ന് പറഞ്ഞവര് ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ബോർഡും ഇല്ല, ഒന്നുമില്ല. ഗൗരി ചേച്ചി പറഞ്ഞതുപോലെ ഇത് പറ്റിപ്പായിരിക്കോ? അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ പേപ്പറിലുണ്ടായിരിക്കോ? അങ്ങനെയൊന്നും ആയിരിക്കില്ല. എടാ, ഇപ്പൊ ഒരു ചെറുക്കാൻ വന്നിട്ട് പോയതോളൂ. ബ്രേക്ക് ഡാൻസ് ചെയ്യും, ഷേക്ക് ഡാൻസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ മണ്ടത്തരം കാണിച്ചിട്ട് പോയി. ചിരി അടക്കാനേ പറ്റുന്നില്ല. അതിനു വേണ്ടിയാടാ 2000 രൂപ എടുത്തോണ്ട് വരാൻ പറഞ്ഞ് വീണ്ടും പറഞ്ഞു വിട്ടു. ആണുങ്ങൾ വന്ന് ഡാൻസ് കളിച്ചിട്ട് എന്തെടുക്കാനാടാ? ഒരു സൂപ്പർ ഫിഗർ വന്നാൽ ഭംഗിയുണ്ടാവും. ഈ നോട്ടീസ് കണ്ട ആര് വന്നാലും നല്ലൊരു വിരുന്ന് നമുക്ക് കൊടുക്കണോടാ. പെണ്ണ് വന്നാൽ ജോളി ആയിരിക്കും, പയ്യൻ വന്നാൽ പണം കിട്ടും. ഈ ബിസിനസ് എന്തായാലും കൊള്ളാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോടാ? ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലടാ. ചതിക്കപ്പെട്ടു എന്നൊക്കെ പറയാനായിട്ട് ആർക്കായാലും ഒരു കുറ്റബോധം ഉണ്ടാവൂടാ. ഇവിടെ വന്നത് തന്നെ തെറ്റായി പോയെന്ന് പറയും. ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരു പെണ്ണാണല്ലോ വന്നത്. സൈലന്റ് ആയിട്ടിരിക്കെ, നമുക്കൊന്ന് സെറ്റാക്കി നോക്കാം. ഹായ്.
പാട്ടുപാടി ഡാൻസ് കളിച്ചാ പൈസ തരാന്ന് പറഞ്ഞില്ലേ? ആ സ്ഥലം ഇത് തന്നെയല്ലേ? അയ്യോ, നിങ്ങളിങ്ങനെ പരസ്പരം നോക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് അറിയില്ലെന്നാണല്ലോ തോന്നുന്നത്. ശരി എന്നാ ഞാൻ പോവാ. ഏയ് മോളെ മോളെ മോളെ, അല്ല മോളെ, നീ കറക്റ്റ് അഡ്രസ്സിലേക്കാ വന്നിരിക്കുന്നേ. ഇവിടെ തന്നെയാ ഡാൻസ് ഫ്ലോറാ നടക്കുന്നേ. പിന്നെന്താ പറയാതിരുന്നേ? ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളുടെ തന്നെ അഡ്രസ്സ് ചോദിച്ചാല് ഞങ്ങൾ നിന്നോട് എന്താ മോളെ പറയാ? അയ്യോ സോറി, ഞാൻ എന്ത് മണ്ടത്തരാ കാണിച്ചേ. ഇവിടെ വന്നിട്ട് ഞാൻ നിങ്ങളോട് തന്നെ അഡ്രസ് ചോദിച്ചു. നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയാവോ? ഓ, ഞാൻ വളരെ നന്നായിട്ട് കളിക്കും. പാട്ട് നന്നായിട്ട് പാടും ഞാൻ. ഇത് രണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ എന്റെ ഏട്ടന് അത്ര ഇഷ്ടമല്ല. നാട്ടിൽ ആരുടെ കല്യാണം നടന്നാലും ഞാൻ അവിടെ പോയി പാട്ട് പാടി ഡാൻസ് കളിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്റെ ചേച്ചിമാരൊക്കെ എന്നെ പുകഴ്ത്തി പറയും. പക്ഷെ ഏട്ടൻ മാത്രം വഴക്ക് പറയും. പെണ്ണുങ്ങളായാലും അടക്കമൊതുക്കോ വേണമെന്ന് എപ്പോഴും പറഞ്ഞോണ്ടേ ഇരിക്കും എന്റെ ഏട്ടൻ. ഇവൾക്ക് വിവരമുണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷെ ആള് സത്യസന്ധയാ. എന്താ ചെയ്യണ്ടേ? എന്തൊക്കെ ആയിരുന്നാലും ഇവള് കറക്റ്റ് സമയത്താ വന്നിരിക്കുന്നേ. നമുക്കിപ്പോ എന്റർടൈൻമെന്റ് അല്ല ആവശ്യം. എനിക്ക് ടാലന്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ 1-2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. എന്നാ നിന്നെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യട്ടെ? ആ, നിങ്ങൾ എന്ത് ടെസ്റ്റ് വേണോ ചെയ്ത് നോക്കിക്കോന്നാ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യട്ടെ? പാട്ട് പാടാൻ അറിയോ? ഓ, സൂപ്പറായിട്ട് പാടും ഞാൻ. പൈസ തരുമല്ലോ അല്ലേ? എത്ര വേണം നിനക്ക്? ഒരു പാട്ടിന് 10,000 വെച്ചാകാം. എനിക്ക് അത്രയ്ക്കൊന്നും വേണ്ട. നിങ്ങൾ ഇതിൽ പറയുന്ന പോലെ മൊത്തത്തിൽ 50,000 രൂപ മതി. ഈ കുട്ടി ഭയങ്കര പാവാടാ, വെറുതെ പ്രശ്നം തലയിലെടുത്ത് വെക്കണം. നമുക്ക് നോക്കാടാ ഇത് ഏതുവരെ പോകുന്നു. എന്തു പറ്റി? നിങ്ങൾ എന്നെ തമ്മിൽ പറഞ്ഞോണ്ടിരിക്കുന്ന? എന്തായാലും എന്നോടും കൂടി പറ. ഭരതനാട്യം, കുച്ചിപ്പുടിയൊക്കെ അറിയാവോ? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെ കാണിച്ചു തരുന്നോ അതേപോലെ ഞാൻ ഡാൻസ് കളിച്ച് കാണിക്കാം. എടാ, ട്രഡീഷണൽ ഡാൻസ് അറിയില്ല എന്ന് പറയുന്നു. മോഡേണേ അറിയുള്ളൂ തോന്നുന്നു. അയ്യോ, അതും എനിക്കറിയില്ല. ഡാൻസ് മാസ്റ്റർ ഡാൻസ് സ്റ്റെപ്പ് കാണിച്ചെന്നു വെച്ചോ, ഞാൻ അതേപോലെ തന്നെ ചെയ്ത് കാണിക്കും. എന്തിനാ നിങ്ങൾ ചിരിക്കുന്നേ? ഒന്നുമില്ല മോളെ, നീ ഇത്ര ക്ലോസ് ആയി സംസാരിച്ചപ്പോ ഞങ്ങൾക്ക് ചിരി വന്നു, ചിരിച്ചു, അത്രേ ഉള്ളൂ. അയ്യോ, ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത് അതാ. 4 പെൺകുട്ടികളില് ഞാനാ ഇളയത്. ഞാൻ പെട്ടെന്ന് എല്ലാരോടും അങ്ങ് കൂട്ടുകൂടും. 3 ചേച്ചിമാരുണ്ടോ? എന്നിട്ടെന്താ നീ അവരെയും കൂടെ കൊണ്ടുവരാതിരുന്നത്? അവർക്ക് വീട്ടിൽ ഒരുപാട് ജോലിയൊക്കെ ഉള്ളതല്ലേ, പറഞ്ഞാലും വരാൻ പോകുന്നില്ല. ശരി, നീ വന്നല്ലോ, അത് മതി ഞങ്ങൾക്ക്. ഇതെന്താ ചെയ്യുന്നേ? ഒന്നുമില്ല മോളെ, നിനക്ക് ഭയം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുവല്ലേ, അത്രേ ഉള്ളൂ. ഓഹോ, അങ്ങനെയാണോ? എനിക്കങ്ങനെ സ്റ്റേജ് ഫിയർ ഒന്നുമില്ല. എവിടെ വേണമെങ്കിലും ഞാൻ ഡാൻസും ചെയ്യും, പാട്ടും പാടും. അയ്യോ, ഞങ്ങൾക്കും അത് തന്നെയാ വേണ്ടത്. ഗൗരി, സർഫ് എടുത്തിട്ട് വാ, എനിക്ക് ഇതെല്ലാം കഴുകിടണം. ദുർഗ എവിടെയാ മോളെ? അവള് റൂമിലില്ലേ ഏട്ടാ? റൂമിലില്ലല്ലോ, ഞാൻ അവിടുന്നാ വരുന്നേ. പുറത്തെങ്ങും ഇല്ലല്ലോ ഏട്ടത്തി. എവിടെ പോയതാവും? ഇനി പ്രചരണത്തിന് പോയോ എന്തോ. ഏട്ടൻ ജയിക്കാൻ വേണ്ടി ഇന്ന് മുതൽ പ്രചരണം തുടങ്ങി കാണുമെന്നാ എനിക്ക് തോന്നുന്നത്. ആരോടും പറയാതെ അവൾ അങ്ങനെ ഒരിടത്തും പോവില്ല. അല്ല, ഞാനിത് വെറുതെ പറഞ്ഞതാ ഏട്ടാ. ശരിക്കും അവൾ എവിടെ പോയതായിരിക്കും? ഇന്ന് സ്കൂൾ അവധിയാണല്ലോ ശിവാനി. കുറെ നേരമായിട്ട് അവളെ കാണുന്നില്ലല്ലോ. ആ ഗൗതം, പറഞ്ഞു കേട്ടോ. നിന്റെ അനിയത്തി ദുർഗ എന്തോ പാട്ട് മത്സരം ഉണ്ടെന്ന് പറഞ്ഞു പോയിരിക്കുക. എന്റെ മോളാ പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു മത്സരത്തെ പറ്റി കേട്ടില്ലല്ലോ. ചേട്ടൻ ആ സ്ഥലം എവിടെയാണെന്ന് അറിയാവോ? എനിക്കറിയില്ല, എന്റെ മോള് പറഞ്ഞതാ. അത് കേട്ടിട്ടാ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. ഒരു വാക്ക് നിന്നോട് പറഞ്ഞിട്ടെങ്കിലും പോവാലോ, അതാ വന്നത്. ഞാൻ പോട്ടെ. ഇവൾക്കിപ്പോ അതിൽ പോകേണ്ട ആവശ്യം എന്തായിരുന്നു? ചേച്ചി, 50,000 രൂപ ക്യാഷ് പ്രൈസ് ഉണ്ടെന്ന്. ഈ പ്രോഗ്രാമിന് പോവാം, വാ. 50,000 രൂപയും കൊണ്ട് നമുക്ക് വരാം. അയ്യോ, നീ എന്തായി ചെയ്തത് ദുർഗ? എന്തു പറ്റി ലക്ഷ്മി? രാവിലെ പത്രത്തിൽ നിന്ന് അവൾക്കൊരു നോട്ടീസ് കിട്ടിയിരുന്നു. പാട്ട് മത്സരത്തിൽ ജയിച്ചാ 50,000 രൂപ കിട്ടുമെന്ന്. നമുക്ക് പോകാന്ന് പറഞ്ഞു.
കുറച്ച് കാശ് കിട്ടിയ ഏട്ടന് സഹായം ഒന്ന് കരുതി കാണും. ആ നോട്ടീസ് എവിടെയാ മോളെ? ശിവാനി ഒന്ന് നോക്ക്. കിട്ടിയായിരുന്നോ? ഇല്ല ഏട്ടാ. അവളത് കൊണ്ടുപോയിന്നാ തോന്നുന്നേ. നമ്മളിപ്പോ എന്താ ചെയ്യാ? ആ നോട്ടീസ് പേപ്പർ ഇല്ലല്ലോ. അഡ്രസ് എന്തോ പറഞ്ഞിരുന്നു ഏട്ടാ, പക്ഷെ ഞാൻ മറന്നുപോയി. അഡ്രസ് എവിടെയെന്ന് പറ ഗൗരി. ശരിക്കും ഓർമ്മ വരുന്നില്ല ഏട്ടാ. ഇങ്ങനെ തിടുക്കം കൂട്ടി അവക്ക് എങ്ങനെ ഓർമ്മ വരുന്നേ? നീ സമാധാനത്തോടെ സ്വസ്ഥമായി ഒന്ന് ആലോചിച്ച് നോക്കുമോളെ. ആ ഏട്ടാ, ഓർമ്മ വന്നു. ശ്രീനിവാസ കോളനി, സപ്തഗിരി ബിൽഡിംഗ്, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ശരി. ചേട്ടാ, ഞാനും വരുന്നു. മോളെ, സിനിമാ നടികളെ പോലെ ഡാൻസ് ചെയ്യുന്നതിന് മുമ്പ് നിന്റെ പാടുന്ന കഴിവ് എങ്ങനെയാണെന്ന് ആദ്യം ഞങ്ങൾക്കൊന്ന് കാണിച്ചതാ. ഓ, പാട്ട് പാടണം അല്ലേ? നീ കറക്റ്റായിട്ട് മനസ്സിലാക്കിയല്ലോ. പാടിക്കാം. പാടൂ കാജലേ. അയ്യോ, നിങ്ങൾക്ക് മാറിപ്പോയി. അതല്ല എന്റെ പേര്. എന്റെ പേര് കാജൽ എന്നല്ല, ദുർഗ എന്നാ. ശരി, നിന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ വിളിക്കാം. നീ പാട്. നിങ്ങൾ ഒരുപാട് തമാശക്കാരാണല്ലോ. ഞാൻ പാടാം, പക്ഷെ പൈസ തരണം കേട്ടോ. എന്തുകൊണ്ട് തരില്ല? തരാന്നേ. ആദ്യം നിന്റെ ടാലന്റ് ഞങ്ങൾക്ക് കാണണ്ടേ? ആ, അത് ശരിയാ. ശരി, നീ അത് വിട്, പാട്. ജഗദാനന്ദ നിജദാസ വരദ അഖില ജഗദാനന്ദ നിജദാസ വരദ അഖില ജഗദാ. പാടിയത് തെറ്റിപ്പോയോ? ഇല്ല, നീ പാടിയതൊന്നും തെറ്റിപ്പോയില്ല. ഇപ്പൊ ഞങ്ങളുടെ മൂഡിന് നീ പാടിയ പാട്ട് മാച്ചല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് പാട്ടാ പാടണ്ടേ? കുറച്ച് സ്പീഡ് വേണം, നല്ല ജോളി ആയിരിക്കണം. ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങൾ ഡാൻസ് കളിക്കണം. പാട്ട് വേറെ വൈബായിരിക്കണം. ഇവള് ഡാൻസും കൂടി കളിച്ച് അതങ്ങ് വന്നോളൂടാ. ഡാൻസ് അടുത്ത റൗണ്ടിൽ അവൾ ചെയ്യട്ടെ, പക്ഷേ ആദ്യം പാട്ട് പാടി നമ്മുടെയൊക്കെ മൂഡ് സെറ്റാക്കണ്ടേ. ദേ നോക്കുമോളെ, നിന്റെ പെർഫോമൻസിൽ ഞങ്ങളുടെയൊക്കെ മൂഡ് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭക്തി പാട്ടൊന്നും പാടണ്ട. നല്ല ജോളിയാവുന്ന പോലെ അടിപൊളി കളർഫുൾ പാട്ടൊക്കെ പാടും. അങ്ങനെയാണല്ലേ? അപ്പൊ ഞാൻ ഏത് പാട്ടാ പാടണ്ടേ? ഈ അടുത്ത് നീ ഏത് സിനിമയാ കണ്ടത്? പുതിയ മുഖം അവസാനമായിട്ട് കണ്ടത്. പിന്നെ എന്ത് പറയാനാ, അതിലെ ഒരു നല്ല പാട്ട് അങ്ങോട്ട് പാട്, പെട്ടെന്നാകട്ടെ. അതിലിപ്പോ ഏത് പാട്ടാ? മറ്റേ പാട്ട്, തട്ടും തട്ടും താളം മുട്ടും മുട്ടും മേളം. എനിക്കത് ശരിക്കും പാടാൻ അറിയില്ല. നിനക്ക് എന്തോരം അറിയാമോ അത്രയും പാടിയാ മതി മോളെ. ശരി. ഇടം തരുമോ? വേഗം പോയേട്ടാ, അവിടെ ഇന്നൊരു മത്സരവും നടക്കുന്നില്ല. അതിനുള്ള പെർമിഷനും ഇല്ല. പാവപ്പെട്ട ആൾക്കാരെ ട്രാപ്പ് ചെയ്യുന്നു എന്നാ തോന്നുന്നത്. ദുർഗ എവിടെ പോയിന്നോ എന്തായിരുന്നോ ഒരു പിടിയുമില്ലല്ലോ ശിവാനി. ഈ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ ആയാൽ നമ്മൾ എന്താ ചെയ്യാ ശിവാനി? ഇനി എന്ത് ചെറിയ കാര്യമാണെങ്കിലും അത് എന്നോട് ആലോചിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. ഇവക്കിത് എന്താ പറ്റിയെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ശിവാനി. അവൾ പ്രായപൂർത്തി കഴിഞ്ഞൊരു കുട്ടിയല്ലേ, ഇപ്പോഴും ചെറിയ കുട്ടിയാന്ന് പറയുന്നത് എന്തിനാ? എന്റെ അനിയത്തി എനിക്ക് എപ്പോഴും കൊച്ചുകുട്ടി തന്നെയാ. ദുർഗ ഏട്ടന്റെ സ്വന്തം സഹോദരിയല്ല, അവൾ എന്റെ അനിയത്തിയാ. ആ കാര്യം മറക്കണ്ട. എന്റെ വല്യച്ഛന്റെ മകളല്ലേ. ആ കാര്യം നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കണമെന്നില്ല. നിന്റെ വല്യച്ഛൻ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കരുതെന്നാ എന്റെ ആഗ്രഹം. ഇത്ര ദേഷ്യമൊന്നും വേണ്ട ഏട്ടാ. അയാൾ ചെയ്ത തെറ്റിനെല്ലാം ശിക്ഷ വാങ്ങി കൊടുക്കാനായിട്ടാ
ഞാൻ ഈ പോലീസ് ഓഫീസർ ആയത്. എന്നാ അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ പെട്ടുപോയ ജനങ്ങളെ രക്ഷിക്കാനായിട്ട് എനിക്ക് ചേട്ടന്റെ സഹായം വേണം. അത് മനസ്സിലാക്ക്. ഏട്ടൻ പ്രസിഡന്റ് ആവണം. അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ. ആദ്യം എനിക്ക് എന്റെ അനിയത്തിയെ കണ്ടുപിടിക്കണം. പാവം, അവളിപ്പോ ഏത് അവസ്ഥയിലാണെന്ന് പോലും എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം. ആ മോളെ നിർത്ത്. പാട്ട് നീ നന്നായിട്ട് പാടി. ഇനി നീ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് ഡാൻസ് കളിക്കണം. അത് എനിക്കറിയാത്തോണ്ട് ചോദിക്കുക. ഇവിടെ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ഞാൻ ഒരാൾ മാത്രമല്ലേ വന്നോളൂ? വേറെ ആരും എന്താ വരാത്തെ? ഇവിടെ വേറെ ആരെങ്കിലും വന്നാല് ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ മോളെ? ഇപ്പൊ നീ മാത്രം ഉള്ളത് കൊണ്ട് ഒരു ശല്യവും ഇല്ല, കംഫർട്ടായിരിക്കും. ആ അങ്ങനെയാണെങ്കി ഞാൻ ഇവിടുന്ന് പോവാ. എനിക്ക് പാട്ടും ഡാൻസും ഒന്നും വേണ്ട. ഞാൻ പോവാ. ഇവിടെ നിന്ന് എങ്ങനെ പോവും? എങ്ങോട്ട് പോവും? ഇവിടെ വന്നു കഴിഞ്ഞാ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പാട്ടും പാടണം, ഡാൻസും കളിക്കണം മോളെ. ഞങ്ങളോട് ഉള്ളത് വരെ നിനക്ക് എങ്ങോട്ടും പോവാൻ പറ്റില്ല. ഞങ്ങളെ കുറച്ചു നേരം എന്റർടൈൻമെന്റ് ചെയ്യേ. ഞങ്ങൾ ടയേർഡ് ആകുന്നത് വരെ നീ ഞങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യണം. പാട്ട് നിർത്താനേ പാടില്ല, മനസ്സിലായോ? കണ്ടില്ലേ ഞങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന്? കടിച്ച് കീറുന്നിന്നെ. അയ്യോ, ഞാൻ ഇവരുടെ കയ്യിൽ വന്ന് പെട്ടല്ല. എന്താ ആലോചിക്കുന്നത്? ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകാന്നാണോ? ദേ നോക്കി, ഇവിടേക്ക് വരാൻ നീയാ തീരുമാനിച്ചത് മോളെ. ഇനി പുറത്തു പോകണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കണം. ഇപ്പൊ മനസ്സിലായില്ലേ? ഡാൻസ് കളിക്കും. എന്ത് ഡാൻസ് കളിക്കാനാ? ഇപ്പോ നീയൊരു പാട്ട് പാടി കഴിഞ്ഞില്ലേ? ഇനി ഞങ്ങൾ വെക്കുന്ന പാട്ടിന് നീ ഒന്ന് ഡാൻസ് ചെയ്യ്. മ്യൂസിക് ഓൺ. ചിറകില്ലാതുയരത്തിൽ പാറാം, കനമില്ലാതാടാം തുടിതാളം കൊട്ട. വെളിവില്ല കളിയെല്ലാം തീരും, കളമെല്ലാം മാറും, വിഴിനീരും വായും. നല്ലോരല്ല പാതാളത്തിൽ സർലോകത്തോ പോരന്മാർ. നല്ലോരല്ല പാതാളത്തിൽ സ്വർലോകത്തോ പോരന്മാർ. ആ ഏട്ടാ ഏട്ടാ ഏട്ടാ, നിർത്ത് നിർത്ത്. ഏട്ടാ, ഈ ബിൽഡിങ്ങിനകത്തുനിന്ന് എന്തൊക്കെയോ പാട്ടും ശബ്ദം കേൾക്കുന്നുണ്ട്. ഉറപ്പായും ദുർഗ ഇതിനകത്ത് കാണുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നമുക്കൊന്ന് അകത്ത് പോയി നോക്കാം. പാട്ട് നിർത്ത്. എന്തിനാ പാട്ട് ഓഫ് ചെയ്ത്? ഇങ്ങനെയല്ലല്ലോ മോളെ ഡാൻസ് കളിക്കേണ്ടത്. എങ്ങനെയാണെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ചാല് നിന്റെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ഡാൻസ് കളിക്കാം. വേണ്ട, തൊടാൻ പാടില്ല. തെറ്റാ അത്. എന്റെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ബാഡ് ടച്ചാ അത്. ആഹാ, അപ്പൊ നിന്റെ സ്കൂളിൽ പഠിപ്പിച്ച ഗുഡ് ടച്ച് എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? ബാഡ് ടച്ച് എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു തരാന്നേ. ഇത് ഗുഡ് ടച്ച്. ഇപ്പൊ ഇത് ഇത് ബാഡ്. ഏട്ടാ
എടാ പോലീസാടാ, വാ നമുക്ക് ഓടാം, രക്ഷപ്പെടാം. ഡാ, വാ, വാ, വാ. ഞാനിപ്പോ ഒരു പോലീസ് ഒന്നും അല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നോ അത് ധൈര്യമായിട്ട് ചെയ്തു. പേടിയൊന്നുണ്ടോ? ഞാൻ പോലീസ് അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ. നിങ്ങക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. കേസും കോടതിയൊന്നും ഞാൻ നോക്കുന്നേ ഇല്ല. നിങ്ങളുടെ മുഖം കണ്ടിട്ട് പോലീസിന്റെ ട്രീറ്റ്മെന്റ് കുറെ തവണ കിട്ടിയതുപോലെ തോന്നുന്നുണ്ടല്ലോ. പക്ഷേ വിശന്നിരിക്കുന്ന പുലിയുടെ അടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോടാ? പുലി എവിടെയാണെന്നാണ് നോക്കുന്നേ? എന്റെ ചേട്ടൻ തന്നെടാ, ഗൗതം.